നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പൊതുഗതാഗത സൗകര്യം നിലവിലില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി തലശ്ശേരി സബ് പാർട്ടി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് മണ്ഡലം ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെയും ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തൊട്ടാകെ പൊതുഗതാഗത സൗകര്യം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. തലശ്ശേരി സബ് പാർട്ടി ഓഫീസിന്റെ കീഴിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലതല ജനകീയ സദസ്സ് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങിൽ KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. മുമ്പുണ്ടായിരുന്നതും നല്ല നിലയിൽ ഓടിക്കൊണ്ടിരുന്നതുമായ റൂട്ടുകൾ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ തന്നെ പലതും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവിടുന്ന് കരിയാട് മുതൽ എങ്ങനെ പോയിട്ട് തലശ്ശേരിയിലേക്ക് പോകുന്ന റൂട്ടുകളൊക്കെ നല്ല ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചെമ്പിയാട് വഴി ചെറുവഴിയിൽ പോയിക്കൊണ്ടിരുന്നത് ഇതൊക്കെ നല്ല യാത്രക്കാരുണ്ടായിരുന്ന റൂട്ടുകളായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് അതൊക്കെ തന്നെ അവിടുന്ന് പോയി. ഇപ്പോഴും പലരും ആശ്രയിക്കുന്നത് ചെറിയ വാഹനങ്ങളും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പോകുക എന്നതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് നിലവിൽ ബസ് യാത്രാ സൗകര്യമില്ലാത്തതും മുൻപേ ഉണ്ടായിരുന്നതും ഇപ്പോഴും നിർത്തിയതുമായ യാത്രാ ക്ലേശം അനുഭവിക്കുന്നതുമായ പ്രദേശങ്ങളിൽ സ്വകാര്യ ബസ് സർവീസ് അനുവദിക്കുന്നതിനടക്കമുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് പദ്ധതിയുടെ ഒന്നാം ഘട്ടം ജനകീയ ആസൂത്രണവും ത്രിതല പഞ്ചായത്തുകളും നിലവിൽ വന്നതിന് ശേഷം പാനൂർ നഗരസഭ ഉപാധ്യക്ഷ പ്രീത അശോക്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ്, പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NB ഷിനിജ, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലത, മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വത്സൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് ജോയിന്റ് RDO ഷാനവാസ് കരീം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജനകീയ സദസ്സിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ഓരോ പ്രതിനിധികളും തങ്ങളെ നാട്ടിൽ ബസ് വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ ഉയർന്നു വന്ന എല്ലാ നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കൈമാറും. പൊതുഗതാഗതം ജനങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചത്. സമഗ്ര ന്യൂസ്, പാനൂർ.